IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഖാന്ത് സുരേഷിനെതിരെ നടപടിക്കൊരുങ്ങി IB ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ല എന്ന ആഭ്യന്തര ചട്ടം സുഖാന്ത് ലംഘിച്ചുവെന്ന് IB കണ്ടെത്തിയിരിക്കുന്നു. സുഖാന്ത് സുരേഷിനെതിരെ മേഘയുടെ കുടുംബം മൊഴി നൽകി കഴിഞ്ഞു. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളും അയച്ചിരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. സ്കെയിൻ, ഗുഡ് മോർണിംഗ്. ഇതൊരു ദാരുണമായ സംഭവമാണ് സ്കെയിൻ. കാരണം ഒറ്റ മകൾ, ആ കുടുംബത്തിന് സംഭവിച്ചത് വലിയ നഷ്ടമാണ്. ആത്മഹത്യ ചെയ്തു. സുഹൃത്തുമായി അടുപ്പമുണ്ടായിരുന്നു. അത് പിരിഞ്ഞപ്പോഴുണ്ടായ നൈരാശ്യം കൊണ്ടാണ് ആത്മഹത്യ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ സുഖാന്ത് സുരേഷ്, ഈ കുട്ടിയുടെ സുഹൃത്തെന്ന് പറയുന്ന വ്യക്തി, അയാൾക്കെതിരെ IB നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യും എന്ന് IB വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് നടത്തരുത് എന്ന IBക്കുള്ളിൽ ഒരു ആഭ്യന്തര ചട്ടമുണ്ട്. അത് ഈ സുഖാന്ത് ലംഘിച്ചു എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. ഈ സുഖാന്തും അതോടൊപ്പം തന്നെ മരിച്ച മേഘയും തമ്മിൽ വൻതോതിൽ പണമിടപാട് നടന്നു. മേഘയുടെ പണം മുഴുവൻ സുഖാന്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊബേഷൻ ഉദ്യോഗസ്ഥനായ ഓഫീസർ കൂടിയായ ഇയാളെ ഒരുപക്ഷെ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് എന്നും IB വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇന്നലെ പേട്ട SHO ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥന് മുൻപാകെ ആ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. സുഖാന്ത് മേഘയുടെ പണം പറ്റിച്ചെടുത്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം വിവാഹം കഴിച്ചു നൽകാൻ തങ്ങൾ തയ്യാറായിരുന്നു സുഖാന്തിന്, പക്ഷെ അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു എന്നും ആ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. ഏതറ്റം വരെ പോയാലും സുഖാന്തിന് ശിക്ഷ വാങ്ങി നൽകും എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ഓക്കെ ശ്രീകാന്ത്, വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് IB ഉദ്യോഗസ്ഥരുടെ മരണം.